ട്രിവാൻഡ്രത്ത് 4 ബെഡ്റൂമുള്ള ഒരു കിടിലൻ വീട് ഇതാ ഈ കാണുന്ന ഫ്രണ്ട് എലിവേഷനൊക്കെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ വീട് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്ത് നമുക്ക് പുളിയറക്കുളം എന്ന് പറയുന്ന സ്ഥലമാണ്. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ വരെ ഒരു 12 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് എത്താൻ പറ്റും. നമുക്ക് വട്ടൂർകാവിനെയൊക്കെ അടുത്തായിട്ടാണ് നമുക്ക് ഈ പുളിയറക്കുളം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഏഷ്യനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ് ഒക്കെ ഉള്ളത് പുളിയറക്കുളം അതിന് സമീപമായിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഇന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് 3.5 സെൻറ്റിൽ 4 ബെഡ്റൂമാണ്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 3 ബെഡ്റൂം ഉള്ളത്. 1800 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് പണികഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട് എലിവേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ ഫ്രണ്ട് എലിവേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, അവിടെ ഒരു എ ഫ്രെയിം പോലെ ഒരു സംഭവമാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇനി ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ തറ ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഇവിടെ തറയിൽ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കുറച്ച് കണ്ടോ ഗാർഡൻ പോർഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഈ ഒരു പ്ലാന്റ് ഫ്രണ്ട് ഇവിടെ ചേർന്ന് വരുന്നുണ്ട്, തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമുക്കൊരു കാർ സുഖമായിട്ട് നമുക്ക് ഇതിൻ്റെ പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീടിന് നമുക്ക് കിണറും പൈപ്പും അവൈലബിൾ ആണ്. അതായത് ഇതാണ് കിണർ വരുന്നത്. പിന്നെ ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള സിറ്റ് ഔട്ടാണ് നമ്മുടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത് ഡബിൾ ഡോറാണ്. കട്ടള വരുന്ന ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് അപ്പോൾ നല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ നേരെ വീണ്ടും ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് എല്ലാം തന്നെ നല്ല വിശാലമായിട്ട് ചെയ്തിട്ടുള്ള സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. നേരെ കാണുന്നത് ലിവിങ് ഏരിയ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡൈനിങ് ഏരിയ. നേരെ അവിടെ നമുക്ക് ഓപ്പൺ കിച്ചൺ കാണാം. അപ്പുറത്താണ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമ്മൾ കയറി വന്നത് ഈ ഒരു ഡോർ വഴിയാണ്. നമുക്ക് നേരെ വരുന്നത് ഇതാണ് ലിവിങ് ഏരിയ വരുന്നത്. അപ്പോൾ തറയിൽ ടൈലിംഗ് ഉണ്ടോ, നല്ല ഭംഗിയായിട്ട് ടൈലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ആയിട്ട് വലിയൊരു TV യൂണിറ്റ് കാണാൻ സാധിക്കും. ഫുള്ളും തന്നെ ബോർഡ് വർക്കിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. താഴെ ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നിന്ന് എവിടെയൊക്കെ ഡെക്കോർ ഐറ്റമൊക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വലിയ TV വരെ നമുക്ക് വയ്ക്കാനുള്ള, നല്ല വലിപ്പമുള്ള TV വരെ വയ്ക്കാനുള്ള സ്പേസും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ TV യൂണിറ്റ് എല്ലാം അറേഞ്ച് ആക്കിയിട്ടുള്ളത്. പിന്നെ മുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റ് ഒക്കെയാണ് നമുക്കിവിടെ സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ഉണ്ടോ, ഇവിടെ ഒരു സ്മാർട്ട് ഫാൻ കിട്ടിയിട്ടുണ്ട്. നേരെ ഇപ്പുറത്ത് എവിടെയാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. നമ്മൾ കയറി വരുന്ന ഡോറിൻ്റെ ഇവിടെ ഇങ്ങാണ് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. നല്ല സ്പേസ് ഉണ്ട്, ഡൈനിങ് സ്പേസ് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു സ്റ്റെയർ കയറിയാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് പോകണം. ഇതെല്ലാം വുഡിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇനി നമുക്ക് വാഷിംഗ് ഏരിയ വരുന്നത്. ജാഗോറിൻ്റെ പ്രോഡക്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ പുറകിൽ PVC പാനലിൻ്റെ ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മിറർ ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസ് ഇവിടെ കാണാൻ സാധിക്കും. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട്. കണ്ടോ, ഇതാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. ടൈലെല്ലാം നമ്മൾ സെയിം ടൈലാണ്. നമുക്കിവിടെ ഒരു ഗ്രിപ്പിംഗ് ടൈപ്പ് ടൈൽ പോലെയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടുത്തെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇത് കണ്ടോ, വർക്ക് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ബോർഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. തടിയല്ല, ബോർഡ് വർക്കിലാണ് നമുക്ക് ഇതെല്ലാം തന്നെ മെറ്റീരിയൽ ചെയ്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് എല്ലായിടത്തും കാണാൻ പറ്റും. പിന്നെ ഇതാ കൗണ്ടർ ടോപ്പിലും നമുക്കിതാ ഒരു നല്ല ടൈലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഇവിടുത്തെ സിങ്ക് വരുന്നത്. കണ്ടോ, നല്ല ഡെപ്തുള്ള ഒരു സിങ്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ പുറകിലോട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ ഒരു വർക്ക് ഏരിയ പോലെ സംഭവം ചെയ്തിട്ടുണ്ടോ. മുകളിൽ മഴയും നനയാത്ത രീതിയിൽ സംഭവം ഇതാ മുകളിൽ വരുന്നുണ്ട്. പിന്നെ പിന്നെ അവിടെ ആയിട്ട് സിങ്ക് ഒക്കെ വരുന്നുണ്ട്. തറയെ ഫുള്ളും തന്നെ നമുക്ക് ടൈല് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഡോറും നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സേഫായിട്ട് തന്നെ നമുക്ക് ഇവിടെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെയും നമുക്കൊരു ഡോർ പോലെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് അടച്ചിട്ട് ഇതിൻ്റെ അകത്ത് പിന്നെ വേറെ ആർക്കും കയറാനൊന്നും പറ്റത്തില്ല. അങ്ങനെ നല്ല കവേർഡ് ആയിട്ട് തന്നെ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിന് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ബെഡ്റൂം കയറി കാണാം. ഈ ഭാഗത്താണ് TV യൂണിറ്റിൻ്റെ ഈ സൈഡിലൂടെ ഇവിടെയാണ് നമുക്ക് ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ആ ഒരു ബെഡ്റൂം കയറി കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റിങ്ങും ഇവിടെ നമുക്ക് സീലിങ്ങിൽ വരുന്നുണ്ട്. അപ്പോൾ അകത്ത് ടൈലെല്ലാം സെയിം തന്നെയാണ്. അതവിടെ 2 വിൻഡോ വരുന്നുണ്ട്. രണ്ടിടത്തും ബ്ലൈൻഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പ്രത്യേക ഒരു വാളാട്ടോ ഒരു സംബന്ധം ഈ ഒരു ചുമലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വ്യത്യാസം കാണാം. നമ്മൾ ഇപ്പുറത്തെ ചുമലിൽ നോക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും. അപ്പം നല്ല വലിപ്പമുള്ള ഒരു വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു 4 ഡോർ ടൈപ്പാണ് വരുന്നത്. പിന്നെ അതാ ഇവിടെ ഒരു മിറർ സൈഡിൽ അടുത്തുനിന്ന് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഗ്ലാസ് ഇട്ടാണ് നമുക്കിവിടെ അകത്ത് വരുന്നത്. പിന്നെ ഇവിടെ താഴെയൊക്കെ ഡ്രോ ഒക്കെ ഉണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു വലിയൊരു വാർഡ്രോബും ബോർഡ് വർക്കിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റൈലിൻ്റെ ഒക്കെ ഒരു പാറ്റേൺ വരുന്ന ഒരു ഡിസൈനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കാഴ്ചയാണ്. അപ്പോൾ അകത്ത് വരുമ്പോൾ ഇവിടെ ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ ടൈലൊക്കെ ഉണ്ട്, ടോപ്പ് വരെ കവർ ചെയ്യുന്ന രീതിക്കാണ് ടൈൽ കൊടുത്തിട്ടുള്ളത്.
ബാക്കി എല്ലാ ബ്രാൻഡിൻ്റെ ഫിറ്റിങ്സും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചയാണ് കാണേണ്ടത്. നമുക്ക് ഈ ഒരു സ്റ്റെയർ കയറിയാണ് പോകേണ്ടത്. അപ്പോൾ ഈ സ്റ്റെയർ കയറുന്ന ഇത് ഫുള്ളും തന്നെ വുഡിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഉണ്ടോ, വുഡിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കയറിയിട്ട് ജസ്റ്റ് കർവ് ചെയ്ത് ഇങ്ങനെ കയറി കഴിഞ്ഞ് മുകളിൽ പോകണം. ഇവിടുത്തെ ഹാൻഡിൽസും സ്റ്റീലും വുഡും കൂടെ തന്നെയാണ് യൂസ് ചെയ്തിട്ട് ഹാൻഡിൽസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ സൈഡിലത്തെ ഈ ഒരു ചുമരിൽ ഫുള്ള് തന്നെ നമുക്കൊരു വാളാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ സ്ട്രൈപ്പ് വരുന്ന രീതിക്കുണ്ട്. ഇങ്ങനെ വന്നിട്ട് വാളാർട്ടിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുകളിൽ ഒരു ഫാൻസി ലൈറ്റ് കണ്ടോ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് ലൈറ്റിങ്ങും നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. വീടിൻ്റെ ഉള്ളിലോട്ട് അത്യാവശ്യം വേണ്ട പ്രകാശം നമുക്ക് ഉള്ളിലോട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ സൈഡിൽ നമുക്ക് ലൈറ്റ് കിട്ടുന്ന കണക്കിന് തന്നെ ഇവിടെ ഇങ്ങനെയും ചെയ്തിട്ടുണ്ട്. കർട്ടൻ ഇട്ടാൽ നമുക്ക് ആ ലൈറ്റിങ് കട്ട് ചെയ്യാനും പറ്റും. ഫുള്ള് ഗ്ലാസ് ഇട്ട് തന്നെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഫുള്ള് സേഫാണ്, കവറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റെയർ കയറി ബാക്കി മുകളിലത്തെ ബാക്കിയുള്ള ബെഡ്റൂം കൂടെ കാണാം. വുഡിലുള്ള സ്റ്റെയറിൽ കൂടെയാണ് നമ്മൾ കയറി പോകുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് നടുക്ക് വരുന്നുണ്ടാവും ഈ ഒരു ഫാൻസി ലൈറ്റ് വരുന്നത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോഴത്തേക്ക് ഇതാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. അത്യാവശ്യം സ്പേസ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. ഒരു 3 ബെഡ്റൂം നമുക്കിവിടെ വരുന്നത്. ഒരു ബെഡ്റൂം നേരെ കാണുന്ന ഇവിടെയും, ഒരു ബെഡ്റൂം ഇത് തൊട്ടിപ്പുറത്ത്, ഒരു ബെഡ്റൂം ഇതാ ഇവിടെയായിട്ട് 3 ബെഡ്റൂമുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ബെഡ്റൂമും കൂടെ കയറി കാണാം. ആദ്യം നമുക്ക് ഈ ഫസ്റ്റ് ഈ ഒരു ബെഡ്റൂം കയറി കാണാം. സെയിം ടൈലൊക്കെ സെയിം തന്നെയാണ്. അത് ഇവിടെ 2 വിൻഡോ വരുന്നുണ്ട്. സെയിം നമ്മൾ താഴെ കണ്ട അതേ ഒരു വാർഡ്രോബും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലേ, സെയിം ഡിസൈനും സെയിം സംഭവം തന്നെയാണ് വരുന്നത്. പിന്നെ മുകളിൽ നമുക്ക് സീലിംഗ് വർക്ക് എവിടെയും കാണാൻ സാധിക്കും. പ്രൊഫൈൽസ് ആൻഡ് ലൈറ്റിംഗ് ഫോൺ ലൈറ്റും കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അകത്ത് വരുമ്പോൾ ഗ്രിപ്പിംഗ് ടൈൽ വരുന്നുണ്ട്. ബാക്കി ഇതാ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ്. ടോപ്പ് വരെ കവർ ചെയ്യുന്ന ടൈലിങ്ങും ബാക്കി എല്ലാം കൊടുത്തിട്ടുണ്ട്. മിറർ, സിങ്ക് എല്ലാ സംഭവവും ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണാൻ പോകുന്നത്. ഈ ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. കയറി വരുമ്പോൾ ഇവിടെ PVC പാനലിൽ ഒരു സംഭവം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അകത്തോട്ട് വരുമ്പം ടൈലും ബാക്കിയെല്ലാം സെയിം ആണ്. ഇവിടെ 2 വിൻഡോ വരുന്നുണ്ട്. മുകളിൽ നമ്മൾ സീലിംഗ് വർക്ക് അപ്പുറത്ത് കണ്ട അതേ ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ സീലിംഗ് വർക്ക് വരുന്നത്. അതാ വാർഡ്രോബും നമ്മൾ താഴെ കണ്ട അതേ ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ. ഫുള്ള് ബോർഡ് വർക്കിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. PVC ഡോർ തന്നെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഗ്രിപ്പിംഗ് ടൈൽ വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് ടോപ്പ് വരെ കവർ ചെയ്യുന്ന രീതിക്ക് തന്നെ പാറ്റേൺ കൊടുത്തിട്ടുള്ളത്. ഫുള്ള് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെ എവിടെയും കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ബെഡ്റൂം ഈ ഭാഗത്താണ് വരുന്നത്. ഇതും ടൈലെല്ലാം സെയിം തന്നെയാണ് കണ്ടോ. ഈ വാളിൽ നമ്മൾ താഴെ കണ്ട അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സീലിംഗ് വരുന്നുണ്ട്. എവിടെയും വാർഡ്രോബ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീടിന് 4 ബെഡ്റൂമിനും നമുക്ക് വാർഡ്രോബ് ഇതേ ഒരു കണക്ക് തന്നെ ഇത്രയും വലിപ്പമുള്ള തന്നെ നമുക്ക് വാർഡ്രോബ് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോർ തന്നെ കൊടുത്തിട്ടുള്ളത്. അകത്തുള്ള ഗ്രിപ്പിംഗ് ടൈൽ വരുന്നുണ്ട്. നമ്മൾ അപ്പുറത്ത് കണ്ടാതെ ഒരു ടൈൽ പാറ്റേണാണ് ഇതിലേക്ക്. ഇങ്ങനെയാണ് നമുക്കിതിൻ്റെ അകത്ത് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണി കാണാം. ഇവിടെയാണ് നമുക്ക് മെയിൻ ബാൽക്കണി വരുന്നത്. നല്ല സ്പേസ് ഉണ്ട്. ഇത്ര ഏരിയ നമുക്കിവിടെ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൈഡിൽ സ്റ്റീലിലുള്ള ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റെയർ കയറിയാണ് നമുക്ക് മുകളിൽ ടെറസിലൊക്കെ പോകാൻ വേണ്ടിയുള്ള സ്പേസ് കൊടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 80 ലക്ഷമാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് വന്നാൽ മതി. നിങ്ങൾ ഹോം ലോണിനാണ് വീട് വാങ്ങിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 50 ലക്ഷത്തിന് താഴെയോ അല്ലെങ്കിൽ അതിന് മുകളിലോ അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തുള്ള ലക്ഷറി വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിലും നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വീട് നമ്മൾ ട്രിവാൻഡ്രത്ത് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു നമ്പറിൽ വിളിച്ച് വന്നോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.